നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക ജനതയെ മുഴുവനും ഞെട്ടിച്ച കൊറോണ വൈറസ് ബാധിച്ച് 73 പേര് കൂടി മരണമടഞ്ഞിരിക്കുകയാണ്. മൊത്തം 563 വർദ്ധിച്ചതായി ലോകാരോഗ്യ സംഘടന പറയുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ 2 ക്രൂയിസ് കപ്പലുകളിൽ 5400 പേർ അകപ്പെട്ടിരിക്കുകയാണ്. ഇവരെ കരകയറ്റാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പലിലുള്ള ആളുകൾ ജപ്പാനിലെയും ഹോങ്കോങ്ങിലെയും ആളുകൾ തന്നെ. കപ്പലുകൾ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയിൽ അകപ്പെടുന്നതിനാൽ അത് ദിവസം തോറും വഷളാകുന്നുവെന്നാണ് അധികൃതർ പറഞ്ഞു വരുന്നത്. ടോക്കിയോയ്ക്ക് തൊട്ടപ്പുറത്തുള്ള തുറമുഖ നഗരമായ യോക്കോഹാമയിൽ ഡയമണ്ട് പ്രിൻസസ് നിന്നുള്ള 10 പേർക്ക് കൂടി വൈറസ് ബാധയുണ്ടെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. ബുധനാഴ്ച 10 പേർക്ക് കൂടി പോസിറ്റീവ് റിസൾട്ടാണ് കണ്ടെത്തിയത്. അതേ തുടർന്ന് 10 പേരെ കപ്പൽ കയറ്റി അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റി കൂടുതൽ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വിധേയമാക്കും. അതേ തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന 3700 പേർക്ക് അവരുടെ ക്യാബിനുള്ളിൽ തന്നെ 2 ആഴ്ച കപ്പൽ വിലക്ക് നേരിടുകയും ചെയ്തു. കപ്പലിൽ 2666 യാത്രക്കാരും 1045 കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. ഹോങ്കോങ്ങിൽ കപ്പൽ വിട്ട ശേഷം രോഗലക്ഷണങ്ങളുള്ള അല്ലെങ്കിൽ വൈറസ് കണ്ടെത്തിയ ഒരാളുമായി സമ്പർക്കം പുലർത്തിയ 171 പേരെ കുറിച്ച് കൂടുതൽ പരിശോധനകൾ ശേഷിക്കുന്നുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ഹോങ്കോങ് കപ്പലിലുണ്ടായിരുന്ന 3600 പേരെ നേരത്തെ ഒരു യാത്രയിൽ 3 യാത്രക്കാർക്ക് വൈറസ് ബാധിച്ചതായി കണ്ടെത്തിയിരുന്നു. ക്രൂയിസ് കപ്പൽ നിലവിൽ കപ്പൽ നിർത്തിയിട്ടുള്ള സ്ഥലമടക്കം 2 ടെർമിനലുകൾ അടച്ചുപൂട്ടുമെന്ന് ദേശത്തെ നേതാവ് കാരില പ്രഖ്യാപിക്കുകയുണ്ടായി. ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദനോം ഗബ്രിയേസസ് ബുധനാഴ്ച $675 മില്യൺ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തുക ഒരുപാടാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ UN ആരോഗ്യ ഏജൻസി കേസുകളിൽ ഏറ്റവും വലിയ കുതിച്ചുചാട്ടം നടത്തിയതായി ടെഡ്രോസ് പറയുകയും ചെയ്തു. തങ്ങളുടെ പകർച്ചവ്യാധി നിയന്ത്രണ നടപടികളെ ചൈന ശക്തമായി പ്രതിരോധിക്കുകയും മറ്റു രാജ്യങ്ങൾ അവരുടെ അതിർത്തികളിൽ കടക്കരുതെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. രാജ്യങ്ങൾക്ക് പകർച്ചവ്യാധിയെക്കുറിച്ച് വസ്തുനിഷ്ഠവും ന്യായവും ശാന്തവും യുക്തിസഹവുമായ രീതിയിൽ വിലയിരുത്താനും ആധികാരികവും പ്രൊഫഷണൽ രീതിയിൽ ലോകാരോഗ്യ സംഘടനയുടെ ശുപാർശകളെ മാനിക്കാനും ചൈനയുടെ പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമാക്കാനും പിന്തുണയ്ക്കാനും കഴിയും എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഹുവാ ഷെനിങ് ഒരു ഓൺലൈൻ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഭയം ഏതൊരു വൈറസിനേക്കാളും മോശമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ചൈനയുടെ അതിർത്തിയെ പൂർണ്ണമായും അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഹോങ്കോങ്ങിലെ ആയിരക്കണക്കിന് ആശുപത്രി തൊഴിലാളികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഹോങ്കോങ് നിവാസികൾ ഉൾപ്പെടെ പ്രധാന ഭൂപ്രദേശത്ത് നിന്ന് പ്രവേശിക്കുന്ന എല്ലാവരെയും 14 ദിവസത്തേക്ക് കാവൽ ഏർപ്പെടുത്തണമെന്ന് നഗരം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം 6 മാസത്തിൽ ആരംഭിക്കാനിരിക്കുന്ന ഗെയിമുകൾക്ക് മുന്നിൽ വൈറസ് ഉണ്ടാക്കുന്ന തടസ്സത്തെക്കുറിച്ച് കൂടുതൽ ആശങ്കാകുലരാണ് ടോക്കിയോ ഒളിമ്പിക് സംഘാടകർ എന്ന് അവർ പറയുകയുണ്ടായി. ആരോഗ്യ പ്രവർത്തകർക്ക് എക്സ്പോഷർ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് തൊണ്ട പരിശോധന നടത്താൻ ഒരു റോബോട്ട് വികസിപ്പിക്കാൻ ബീജിംഗ് ശ്രമിച്ചു വരികയാണ്. യഥാർത്ഥത്തിൽ ആസൂത്രണം ചെയ്തതുപോലെ മാസത്തിന്റെ മധ്യത്തിൽ പകരം എല്ലാ സ്കൂളുകളും ഫെബ്രുവരി അവസാനം വരെ വീണ്ടും തുറക്കാൻ കാലതാമസം വരുത്തുമെന്ന് പ്രത്യേകം ഷാങ്ഹായ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഏഷ്യൻ വിരുദ്ധ വിവേചനത്തിന് ഉദാഹരണമായി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അന്താരാഷ്ട്ര ഐക്യദാർഢ്യത്തിനും വൈറസ് ബാധിച്ച ചൈനയ്ക്ക് മറ്റു രാജ്യങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. നിരപരാധികളെ ജനങ്ങൾ കളങ്കപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. മധ്യമേഖലയിലെ ആയിരക്കണക്കിന് രോഗികളെ ചികിത്സിക്കുന്നതിനായി ചൈന ദിവസങ്ങൾക്കുള്ളിൽ ഒരു പുതിയ ആശുപത്രി നിർമ്മിക്കുകയും ജിംനേഷ്യം, എക്സിബിഷൻ ഹാൾ, സാംസ്കാരിക കേന്ദ്രം എന്നിവ മാറ്റുകയും ചെയ്തിരുന്നു. വുഹാനിലെ പ്രീ ഫാബ്രിക്കേറ്റഡ് വാർഡുകളും ഇൻസ്റ്റലേഷൻ റൂമുകളുള്ള 1000 കിടക്കകളുള്ള ആശുപത്രികളിലേക്ക് രോഗികളെ മാറ്റുകയും ചെയ്തിരുന്നു. വൈറസ് രോഗികൾക്കായി പ്രത്യേകം നിർമ്മിച്ച 1500 കിടക്കകളുള്ള ആശുപത്രി വ്യാഴാഴ്ച തുറക്കുന്നതായിരിക്കും. നേരിയ ലക്ഷണങ്ങളുള്ള രോഗികളെ ചികിത്സിക്കുന്നതിനായി പരിവർത്തനം ചെയ്ത പൊതുയിടങ്ങളിൽ നിന്ന് നിർമ്മിച്ച ആശുപത്രികളിൽ മൊത്തം 3400 കിടക്കകളാണുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്